അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സിൻ്റെ പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന ഈ ഒരു കപ്പ് കൊണ്ട് ഒരു കപ്പ് ഓട്സ്, ഒരു നാളികേരത്തിൻ്റെ പാല് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 3 അച്ച് ശർക്കര, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം ക്രഷ് ചെയ്തത്. ഇനി ഫ്ലെയിം കത്തിച്ച് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽമയുടെ നെയ്യാണ്. നെയ്യൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ ഇതാ നമ്മളുടെ ഓട്സൊക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ശർക്കര മെൽറ്റ് ആവാൻ വേണം, എന്നാൽ അടിയിൽ പിടിക്കാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ശർക്കര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കൊത്ത് എടുത്ത് ചെറുതായി എരിഞ്ഞ് നെയ്യിൽ മൂപ്പിച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ നെയ്യിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പായസത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് പായസം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇനി ഓട്സ് കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്.